എടാ നീ അപ്പന്റെ ഗുളിക മേടിച്ചാർന്നാ? ഇല്ല, ഞാൻ മറന്നുപോയി. ആ കൊള്ളാം, നല്ലതായി. കറി കൊണ്ടുവരാണേ. എന്താ ഗുളികയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ട്? എന്ത് പറയാനാ ആത്തൂനെ, ഇവനെ ഏൽപ്പിച്ചതാ പൗലോചേനെ ബിപിയുടെ ഗുളിക മേടിക്കണമായിരുന്നു. അവനത് മറന്നു. അയ്യോ, BP ഉണ്ടോ ചേട്ടന്? പിന്നില്ലാണ്ട് എല്ലാ മാസവും കൂട്ടി കൂട്ടി എഴുതും. അയ്യോ, എന്റെ ഫോൺ എടുക്കണമെന്ന് നോക്കിക്കോണേ. വേഗം കഴിക്ക്. ഓ ചെല്ല്. ഇനി വേണോടി? അയ്യോ, നല്ല സാമ്പാറാ. കനകൻ. ഹലോ എടാ, എന്താ വിശേഷം? ആ സുഖം. എവിടെയാ അവരൊക്കെ? എവിടെയാ അമ്മയും ചമ്മന്തിയൊക്കെ? ആണോ, നീ പുറത്താ? അമ്മയുടെ കാലുവേദന എങ്ങനെയുണ്ടടാ? ഇല്ല, വരും. അതിനിവിടെ ചേട്ടനും ചേച്ചി പിള്ളേരൊന്നും സമ്മതിക്കണില്ല നീ. ആ ഒരു മിനിറ്റ് ഇട്ടത് ഈ പെണ്ണ്. ഹലോ, ഇത് കൊടുക്കാം. ഹലോ മാമ. മാമ കട്ടായി. ഞാന് സംസാരിക്കാൻ പറ്റുമോ? ഇന്നുകൊണ്ട് ലോകം അവസാനിക്കില്ലല്ലേ? പോരുന്ന് കഴിച്ചിട്ട് നിനക്ക് കഴിക്കാൻ കഴിയില്ലാഞ്ഞിട്ടല്ലേ? പോ. അതാ പ്ലേറ്റ് പൊട്ടിച്ചു. പൊട്ടിയില്ല. അവിടെ എല്ലാം വെറൈറ്റി പേരുകളല്ലേ. കനകൻ, തങ്കം. ഞങ്ങളുടെ അച്ഛൻ അങ്ങനെയാ, ഭയങ്കര വെറൈറ്റി ഉള്ള പേരുകളാ ഞങ്ങൾക്ക് ഇട്ടത്. നമുക്ക് അമ്മേനെ പേര് അറിയാമോ? രത്നമ്മ. രത്നമ്മല്ല, രത്നമ്മ. നല്ല പേരല്ലേ? പിന്നെന്താ? അപ്പൊ മുത്തച്ഛന്റെ പേര്? ഹബീൽദാർ വീരഭദ്രൻ നായർ. ഈ ഹവിൽദാർ വീട്ടുപേരാ? നീ സ്കൂളിൽ പഠിക്കണ വെച്ചല്ലേ ചെറുക്ക? വീട്ടുപേര് ആരെങ്കിലും ഹവിൽദാർന്നിടോ? എന്റെ അച്ഛൻ പട്ടാളക്കാരനായിരുന്നു, പട്ടാളക്കാരൻ. പറ്റിയ പേര് ഞാൻ വേറൊന്നും പറയാം. ആർക്ക്? മുത്തച്ഛന് എന്താ? മാണിക്യം, രായമാണിക്യം. അതെ, എന്റെ അച്ഛൻ ആ പേര് മതി കേട്ടാ. അധികം വേഷം കെട്ടണ്ട. മരിച്ചുപോയ ആൾക്കാരെ കളിയാക്കി നീ വലിയ ആളാവണ്ട. നീ കഴിച്ചിട്ട് നീന്റെ പാട്ടിനിട്ട് പോയടക്ക. ഓ എനിക്ക് വെള്ളം വേണോടി? സാമ്പാർ. ഓ ഈ കരിഞ്ഞ വേഗം കഴിച്ചേ. കരിഞ്ഞ ദോശ അല്ല വേറെ വല്ലതും ഉണ്ടോന്ന്? ആരുണ്ടെങ്കിൽ ദോശ അമ്മ? എന്തേ? കൊള്ളാം.